കേരളത്തിലെ ക്യാമ്പസുകളും സ്കൂളുകളുമൊക്കെ ലഹരി മുക്തമാക്കാനായിട്ട് നമ്മുടെ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണ്. മന്ത്രി രാജേഷും അദ്ദേഹത്തിൻ്റെ കിങ്കരന്മാരായ SFIക്കാരും ഒക്കെ കൊണ്ടുപിടിച്ച് ശ്രമിക്കുന്നുണ്ട്. DYFIക്കാർ അവരെ കൊണ്ട് പറ്റുന്ന രീതിയിൽ അവർ ശ്രമിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇവർ കുട്ടികളെ ഇങ്ങനെ ഗുണദോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. കുട്ടികളെ, നിങ്ങളാരും കഞ്ചാവ് വലിക്കരുത്, നിങ്ങളാരും LSD ഉപയോഗിക്കരുത്, നിങ്ങളാരും ഹെറോയിൻ ഉപയോഗിക്കരുത്. ഈ ലഹരി മരുന്നിൻ്റെ ഉപയോഗം വളരെ മോശപ്പെട്ടൊരു കാര്യമാണ്. നാർക്കോട്ടിക് ഈസ് എ ഡർട്ടി ബിസിനസ് എന്നൊരു സിനിമയിൽ മോഹൻലാൽ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ആരും മയക്കുമരുന്ന് ഉപയോഗിക്കരുത് എന്നിങ്ങനെ നിരന്തരമായിട്ട് ബോധവൽക്കരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ അത് കൂടാതെ നമ്മുടെ നാട്ടിൽ ലയൺസ് ക്ലബിൻ്റെ ആഭിമുഖ്യത്തിൽ, റോട്ടറി ക്ലബിൻ്റെ ആഭിമുഖ്യത്തിൽ, മറ്റ് ക്ലബ്ബുകളുടെ ആഭിമുഖ്യത്തിലൊക്കെ ലഹരി മുക്ത ക്യാമ്പസ് എന്ന ആശയം വളരെ അധികം ഉദ്ഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ലഹരിക്കെതിരായിട്ട് കൂട്ടുകോട്ടം സംഘടിപ്പിക്കും, ലഹരിക്കെതിരെ DYFI പന്തം കൊളുത്തി പ്രകടനം നടത്തും. അങ്ങനെ പല കലാപരിപാടികളും നാട്ടിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ലഹരിയുടെ ഉപയോഗം കൂടുകയല്ലാതെ ഒട്ടും കുറയുന്നില്ല. ഇതാണ് സത്യം. അപ്പോൾ അവസാനം ഈ മറ്റ് ചികിത്സകൾ ഭരിക്കാതെ വരുമ്പോൾ കാളന്നല്ല എന്ന് പറഞ്ഞ പോലെ സഖാവ് ശിവൻകുട്ടിയുടെ ബുദ്ധിയിൽ ഉദിച്ച ഒരാശയമാണ് സുംബ ഡാൻസ് കുട്ടികളെ പഠിപ്പിക്കുക എന്നുള്ളതാണ്. അപ്പോൾ എങ്ങനെ വെച്ചാൽ ഈ നൃത്തം പരിശീലിച്ച് കഴിഞ്ഞാൽ പിന്നെ കുട്ടികൾക്ക് ലഹരി ഉപയോഗിക്കാൻ തോന്നില്ല. പിന്നെ നൃത്തത്തിലായിരിക്കും ലഹരി. അങ്ങനെ ആ ലഹരിയെ ഈ ലഹരി കൊണ്ട് മറികടക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ഐഡിയ. ഇത് ആരുടെ തലയിൽ തോന്നിയ ആശയമെന്ന് എനിക്കറിയില്ല. സുംബ ഡാൻസ് അല്ല, ഇനി ഡിസ്കോ ഡാൻസ് നടത്തിയാലും കുട്ടികൾക്ക് ലഹരിയോടുള്ള താല്പര്യം ഇല്ലാതാകുമോ എന്ന കാര്യത്തിൽ നമുക്ക് യാതൊരു ഉറപ്പില്ല. എന്നാൽ ശിവൻകുട്ടിക്ക് നല്ല ഉറപ്പുണ്ട്. പുള്ളി പണ്ട് നിയമസഭയിൽ ഈ ഡെസ്കിൻ്റെ മുകളിൽ കയറി ഡാൻസ് നടത്തി കഴിവ് തെളിയിച്ച ആളാണ്. പുള്ളി സത്യത്തിൽ ഈ ഡാൻസ് പഠിക്കാൻ പോയിരുന്നെങ്കിൽ രാഷ്ട്രീയവും രക്ഷപ്പെട്ടതിന് ഡാൻസ് രക്ഷപ്പെട്ടത്. പക്ഷേ നമ്മുടെ ഗുരുത്വം കൊണ്ട്, നമ്മുടെ തലയിലെഴുത്തിൻ്റെ വലിപ്പം കൊണ്ട് പുള്ളിക്ക് രാഷ്ട്രീയത്തിലാണ് കമ്പം കയറിയത്. അതുകൊണ്ട് ഈ നൃത്യങ്ങൾ നിയമസഭാ തലത്തിൽ അവതരിപ്പിക്കാനേ പുള്ളിക്ക് സാധിച്ചു. ഞാൻ പറയാൻ വന്നതല്ല. ഇപ്പോൾ ഈ സുംബ പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ മയക്കുമരുന്ന് ഉപയോഗം ഉണ്ടാവില്ല, ലഹരി മുക്ത വിദ്യാലയങ്ങളുണ്ടാവും. അതുകൊണ്ട് 8, 9, 10 ക്ലാസ്സിൽപ്പെട്ട കുട്ടികളൊക്കെ ക്ലാസ് ടൈം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉടനെ തന്നെ നൃത്തത്തിന് പോകും. അതിന് പ്രത്യേക യൂണിഫോമൊക്കെ ഇട്ട്. അപ്പോൾ ഇങ്ങനെ ഒരു പരിഷ്കാരം ഏർപ്പെടുത്തി ക്യാമ്പസുകളെ ലഹരി മുക്തമാക്കി കളയാം, സ്കൂൾ കുട്ടികളെങ്കിലും നന്നായി കളയാം എന്നാണ് ശിവൻകുട്ടി സഖാവ് വിചാരിച്ചത്. അത് മുഖ്യമന്ത്രി അംഗീകരിച്ചു. നടപ്പാക്കാമെന്ന് വിചാരിച്ചപ്പോഴാണ് ചില തലക്കെട്ടുകാർക്ക് ഇതങ്ങനെ വിട്ടാൻ പറ്റില്ല എന്ന് മനസ്സിലായത്. കാരണം സുംബയെ പറ്റി ഇവരുടെ പുസ്തകത്തിൽ പറഞ്ഞിട്ടില്ല. കോലുകളിയോ ദഫുമുട്ടോ അറബനമുട്ടോ ഒപ്പനയാണെങ്കിലും കുഴപ്പമില്ലായിരുന്നു, അതൊക്കെ ഇസ്ലാമികമായിട്ടുള്ള കലകളാണ്. പക്ഷേ തലക്കെട്ടുകാർ നോക്കിയപ്പോൾ ഈ സുംബ എന്നതെന്ന് അവർക്കറിയില്ല. ഇതിനെപ്പറ്റി കിതാബിലും പറഞ്ഞിട്ടില്ല, നേരത്തെ പോയ മുസ്ലിയാക്കന്മാരും പറഞ്ഞിട്ടില്ല. അപ്പോൾ ആകെ ബുദ്ധിമുട്ടായി. ഇവർ ഇത് യൂട്യൂബിൽ സെർച്ച് ചെയ്തപ്പോൾ കണ്ടത് ഈ ബ്രസീലിലെ സാമ്പ നൃത്തമാണ്. അതായത് ഈ സ്ത്രീകൾ അധികം വസ്ത്രവും ധരിക്കാതെ ശരീരം കുലുക്കി നടത്തുന്ന ഒരു ഡാൻസാണ് സാമ്പ. ഇത് കണ്ടപ്പോൾ ഇതാണ് സുംബ എന്ന് പാവപ്പെട്ട മുസ്ലിയാക്കന്മാർ തെറ്റിദ്ധരിച്ചു. ഉടനെ തന്നെ അവരതിനെ എതിർത്തു. അല്പവസ്ത്രം ധരിച്ച് അന്യ പുരുഷന്മാരുടെ കൂടെ ആടിപ്പാടാനായിട്ട് നമ്മുടെ വീട്ടിലെ കുട്ടികളെ സമ്മതിക്കാൻ പാടില്ല. ഉടനെ ഫത്വ പുറപ്പെടുവിച്ചു. ഈ ഫത്വ ഇറങ്ങിയാൽ പിന്നെ ഒരു രക്ഷയില്ലല്ലോ. ഇവരുടെ ഫത്വ അനുസരിച്ചിട്ടാണ് ഇവിടെ സിലബസും കരിക്കുലവും ഒക്കെ ഉണ്ടാക്കുന്നത്. ഇന്ന പാഠങ്ങൾ ഉൾപ്പെടുത്തണം, ഇന്ന പാഠങ്ങൾ ഉൾപ്പെടുത്തരുത് എന്ന് സ്കൂളിൻ്റെ പടി കാണാത്ത ഏതെങ്കിലും മതപണ്ഡിതൻ ഉത്തരവിട്ടാൽ പിന്നെ അത് നടപ്പാക്കേണ്ട ഉത്തരവാദിത്വം ആർക്കാണ്? വിദ്യാഭ്യാസ മന്ത്രിക്കാണ്, വിദ്യാഭ്യാസ ഡയറക്ടർക്കാണ്, അതുപോലുള്ള ആളുകൾക്കാണ്. ഇവരുടനെ തന്നെ ഫത്വ പുറപ്പെടുവിച്ചു. ഈ സുംബ എന്ന് പറഞ്ഞ സാധനം സ്കൂളിൽ കുട്ടികളെ പഠിപ്പിക്കാൻ പാടില്ല, അത് ഞങ്ങളെ എതിർക്കും. അത് കേട്ടപ്പോൾ സാധാരണ രീതിയിൽ ശിവൻകുട്ടി വരണ്ട് പോട്ടതാണ്, പിണറായി വിജയന് വരണ്ട് പോട്ടതാണ്. പക്ഷേ ഇത്തവണ വരണ്ടില്ല. കാരണം അവർക്ക് മനസ്സിലായി ഇവരുടെ ഫത്വ അനുസരിച്ച് നാട് ഭരിക്കാൻ തുടങ്ങിയാൽ കിട്ടാനുള്ള വോട്ട് കൂടി പോകും. അങ്ങനെയാണ് പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ വലിയ പരാജയം ഉണ്ടായത്. അങ്ങനെ തന്നെയാണ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലും പരാജയം ഉണ്ടായത്. അതുകൊണ്ട് ഇത് മാറ്റിപ്പിടിക്കുകയാണ് സൗകര്യം എന്ന് മനസ്സിലായി. മാത്രമല്ല ഹിന്ദു ക്രിസ്ത്യൻ സമുദായങ്ങളുടെ ഇടയിൽ ഒരു പിന്തുണ കിട്ടാനായിട്ട് അവർക്ക് സുംബയോട് താല്പര്യം ഉണ്ടായിട്ടില്ല എങ്കിൽ പോലും ഈ തലക്കെട്ടുകാരുടെ ഫത്വയ്ക്ക് വില കൽപ്പിക്കാത്ത ആളാണ് സഖാവ് പിണറായി വിജയൻ എന്ന് തോന്നിക്കഴിഞ്ഞാൽ 10 വോട്ട് കൂടുതൽ കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ച് ശിവൻകുട്ടി പറഞ്ഞു, ഒരു കാരണവശാലും നടക്കും. ഈ സുംബ നൃത്തം പഠിക്കാത്ത കുട്ടികൾക്ക് ഞങ്ങൾ സ്കൂളിൽ അഡ്മിഷൻ എടുത്ത് തരികയില്ല. അങ്ങനെ സുംബ ഇപ്പോൾ മന്ത്രി വാസവനൊക്കെ ഈ വയ്യാത്ത കാലത്ത്, വയസ്സുകാലത്ത് സുംബ നൃത്തം നടത്തുന്നത് ഞാൻ കഴിഞ്ഞ ദിവസം TV കണ്ടു. അപ്പോൾ ഇതെവിടെ ചെന്ന് അവസാനിക്കുന്നത് എനിക്കറിയില്ല. ഇനി കുറച്ച് കഴിയുമ്പോൾ
ആ സർക്കാർ ഉത്തരവ് ഭരണത്ത് വെച്ച് ശിവൻകുട്ടി സഖാവ് ആരെ അടിച്ചേൽപ്പിക്കില്ല എന്ന നിലപാട് സ്വീകരിക്കും. അതല്ല ഇനി സുംബ പഠിപ്പിച്ച് മൊത്തം വിദ്യാലയങ്ങളെയും ലഹരി മുക്തമാക്കി കളയോ എന്ന് എനിക്കറിയില്ല. രണ്ടിനും തുല്യ സാധ്യതയാണ് കാണുന്നത്. കാരണം ആദ്യം ഒരു ശൂരത്വമൊക്കെ പറഞ്ഞാലും കുറച്ച് കഴിയുമ്പോൾ പിണറായി സഖാവ് ഊരിയ വാളവുറയിലിടും. നമുക്കറിയാം, പണ്ട് ഈ ശ്രീറാം വെങ്കട്ടരാമന് ആലപ്പുഴയിൽ കളക്ടറായിട്ട് വെച്ചത് ഓർമ്മയുണ്ടല്ലോ. അന്ന് ഇയാളെ ഇവിടെ വെക്കാൻ പാടില്ല, കളക്ടറായിട്ട് വെക്കാൻ പാടില്ല എന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ആവശ്യപ്പെട്ടു. പിണറായി മൈൻഡ് ചെയ്തില്ല. കേരള പത്രപ്രവർത്തക യൂണിയൻ പ്രസ്താവന ഇറക്കി, അതും പുള്ളി മൈൻഡ് ചെയ്തില്ല. അത് കഴിഞ്ഞപ്പോൾ എന്ത് പറ്റി? ഈ കാന്തപുരം AP ഗ്രൂപ്പിൽപ്പെട്ട കുറച്ച് തലക്കെട്ടുകാർ സെക്രട്ടേറിയറ്റിന് പഠിക്കലും ബാക്കിയുള്ള ഒരു 13 ജില്ലാ ആസ്ഥാനത്തും കളക്ടറേറ്റുകളിലേക്ക് പ്രകടനം നടത്തി. അത് കണ്ടപ്പോൾ പിണറായിക്ക് മനസ്സിലായി സംഭവം ശരിയാവില്ല. ആ രാഖി രാമാനം ശ്രീരാമനെ അവിടുന്ന് മാറ്റി, പുള്ളിയെ പറഞ്ഞു വിട്ടു. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യാൻ ധൈര്യമുള്ള ആളാണ് പിണറായി വിജയൻ. കാര്യം പുള്ളി ബ്രണ്ടൻ കോളേജിൽ വെച്ച് പല പരാക്രമങ്ങളും നടത്തിയിട്ടുണ്ട്. ഒരു പ്രത്യേക ആക്ഷൻ കാണിച്ച് സുധാകരനെ ഓടിച്ചിട്ടുള്ളതാണ്. പക്ഷേ ആ ആക്ഷനൊന്നും ഇപ്പോഴത്തെ കാലത്ത് ചിലവാകട്ടെ. ഇപ്പോൾ മുസ്ലിയാക്കന്മാർ, മുല്ലാക്കന്മാർ, മൗലവിമാരൊക്കെ പറഞ്ഞ് കേട്ട് ഭരിക്കാനേ പുള്ളിക്ക് പറ്റുള്ളൂ. അപ്പോൾ പുള്ളി ഊരിയ വാൾ പിന്നെ ഉറയിലിടുമോ, അത് ഉറയിലിട്ട വാൾ പിന്നെ ഊരുമോ എന്ന കാര്യത്തിൽ ഉറപ്പില്ല. ഏതായാലും മനുഷ്യർ തമ്മിലടിപ്പിക്കാൻ ഇതിൻ്റെ സുംബ ഉണ്ടെന്നുള്ളതാണ് നമുക്ക് ആകെയുള്ളൊരു സമാധാനം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.